प्यारे बच्चों, नमस्कार। हिंदी अध्यापक मंच द्वारा चलाई जाने वाली विज्ञान सागर खूबी प्रतियोगिता के प्रशिक्षण कार्यक्रम में सबका स्वागत। बच्चों, आज हम सब सुमन एक उपवन के नाम की कविता से परिचय पाए। यह कविता हिंदी के विख्यात बाल साहित्यकार श्री द्वारिका प्रसाद माहेश्वरी की है। उनका जन्म उत्तर प्रदेश के आगरा में हुआ। इस कविता में वे कहते हैं कि हम सब मिलजुल कर रहने से ही दुनिया का कल्याण होता है। अब हम कविता की पहली 7 पंक्तियां देखें। कवि कहते हैं, हम सबकी एक ही धरती है, भूमि है, उसकी मिट्टी से हम जन्मे हैं, पैदा हुए हैं। हमें एक ही धूप मिली है, एक ही जल से सिंचे हैं। हम सब एक ही पवन के पलनों में झूल कर पले हैं। हम सब एक ही उपवन के फूल हैं। ശ്രീ ദ്വാരികാ പ്രസാദ് മാഹേശ്വരി ഈ കവിതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് നോക്കൂ. ഈ ഭൂമിയിൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കുമ്പോഴാണ് ലോകത്തിൽ നന്മയുണ്ടാകുന്നത് എന്നല്ലേ? നാം എല്ലാവരും ഒരേ ഭൂമിയിലെ മണ്ണിലാണ് ജനിച്ചത്. ഒരേ കാറ്റിന്റെ തൊട്ടിലിൽ ആടിയാണ് വളർന്നത്. നാം ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെയാണ് അല്ലേ? ഇനി നമുക്ക് ഈ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ നോക്കാം. हम सब सुमन एक उपवन के नामक कविता के रचयिता कौन है? संतोष साहनी, द्वारिका प्रसाद माहेश्वरी, ബൽറാം അഗ്രവാൾ, ഹരിവംശറായ് ബച്ചൻ. ഈ കവിത രചിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, द्वारिका प्रसाद माहेश्वरी। यह कविता हमें क्या संदेश देती है? मिलजुल कर रहने में ही हम सबका कल्याण है. ഒത്തൊരുമയോടുകൂടി ജീവിക്കുമ്പോഴാണ് ലോകത്തിൽ നന്മയുണ്ടാകുന്നത്. अगला सवाल देखिए, सुमन शब्द का अर्थ क्या है? धरती, पेड़, फूल, कोई भी नहीं. സുമൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതിലേതാണ്? അതെ, ഫൂൽ. അടുത്തതോ, इनमें भूमि के लिए कौन सा शब्द प्रयोग कर सकते हैं? धरती, पेड़, फूल, कोई भी नहीं. ഭൂമി എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന വാക്ക് ഇതിൽ നിന്ന് കണ്ടെത്താമോ? നിങ്ങൾക്കറിയാം, ധർത്തി അല്ലേ? അടുത്ത ചോദ്യവും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. इस कविता में बगीचा के लिए कौन सा शब्द उपयोग किया है? धरती, धूप, उपवन, कोई भी नहीं. പൂന്തോട്ടം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഉപവൻ. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. कविता में उपवन से क्या तात्पर्य है? दुनिया, घर, ആകാശ്, കേരൾ. ഈ കവിതയിൽ ഉപവൻ എന്ന വാക്ക് ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? കവി ഈ കവിതയിൽ നാം വസിക്കുന്ന ലോകത്തെയാണ് ഉപവൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം ദുനിയ എന്ന വാക്കല്ലേ? അങ്ങനെയെങ്കിൽ സുമൻ എന്ന വാക്കോ? कविता में सुमन किसके लिए प्रयोग किया है? मनुष्य, जानवर, പക്ഷി, कोई भी नहीं. അതെ, മനുഷ്യ. സുമൻ എന്ന വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് മനുഷ്യ എന്നാണ്. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിൽ നിന്നും തെറ്റായ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. इनमें कौन सा वाक्य सही नहीं है? हमारी धरती एक है, हम अलग अलग पवन के झूले में झूले हैं. हमें एक ही धूप मिली है,
ഹം ഏക് മിട്ടി സേ ജന്മേ ഹെ. ആദ്യത്തെ വാക്യം നോക്കൂ, ഹമാരി ധർത്തി ഏക് ഹെ. ഇത് ശരിയല്ലേ? നമ്മുടെ ഭൂമി ഒന്ന് തന്നെയാണ്. അടുത്തതോ, ഹം അലഗ് അലഗ് പവൻ കെ ഝൂലേ മേ ഝൂലേ ഹെ. നാം വ്യത്യസ്തമായ കാറ്റുകളുടെ തൊട്ടിലാണോ വളർന്നത്? അല്ല, ഹം ഏക് ഹി പവൻ കെ ഝൂലേ മേ ഝൂലേ ഹെ. അടുത്ത വാക്യങ്ങൾ കൂടി നോക്കാം. ഹമേം ഏക് ഹി ധൂപ് മിലി ഹെ. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരേ വെയിൽ ലഭിച്ചു എന്നല്ലേ? അപ്പോൾ ഈ വാക്യം ശരിയാണ്. ഹം ഏക് മിട്ടി സേ ജന്മേ ഹെ. നാം ഒരേ മണ്ണിൽ നിന്ന് ജനിച്ചു എന്നർത്ഥം വരുന്ന ഈ വാക്യവും ശരിയാണ്. അപ്പോൾ ഉത്തരം ഹം അലഗ് അലഗ് പവൻ കെ ഝൂലേ മേ ഝൂലേ ഹെ എന്ന വാക്യമല്ലേ? അഗലി സാത്ത് പങ്ക്തിയ ദേഖേ. കവി ഈ വരികളിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് നോക്കാം. നാം ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഹമാരെ രംഗ് ഔർ രൂപ് അലഗ് അലഗ് ഹെ, ക്യാരി ഭി ഭിന്ന ഹെ. നമ്മുടെ നിറവും രൂപവും തടങ്ങളും വ്യത്യസ്തമാണെങ്കിലും നാം ഒത്തുചേരുമ്പോൾ ഈ പൂന്തോട്ടത്തിന്റെ ഭംഗിയേറുന്നു. ഹമാര മാലി യ ഈശ്വർ ഏക് ഹെ. ഹം ഏക് ഹി ഗഗൻ യ ആകാശ് കെ നീച്ചെ രഹത്തെ ഹെ. ഇനി ഈ ഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കിയാലോ. കവിതാ में माली शब्द से क्या तात्पर्य है? आदमी, ഈശ്വർ, ലഡ്ക, കവി. ഈ വരികളിൽ മാലി എന്നുദ്ദേശിക്കുന്നത് ആരെയാണെന്ന് അറിയാം അല്ലേ? അതെ, ഈശ്വർ. മാലി എന്ന വാക്കിന്റെ അർത്ഥമോ? അതെ, തോട്ടക്കാരൻ. അടുത്ത ചോദ്യം നോക്കൂ. कवि के अनुसार इस उपवन की शोभा किसमें है? हम सब अलग अलग रहने में, हम सब दूर दूर रहने में, हम सब लड़ लड़ कर जीने में, हम सब मिलकर रहने में. അതെ, നാം ഒത്തൊരുമയോടുകൂടി ജീവിക്കുമ്പോഴാണ് ലോകമാകുന്ന പൂന്തോട്ടത്തിന് ഭംഗിയേറുന്നത്. ഉത്തരം ഹം സബ് മിൽക്കർ രഹനെ മേ. ഈ ചോദ്യമോ, हम सब किसके नीचे रहते हैं? धरती के, गगन के, उपवन के, पेड़ के. നാം ആകാശത്തിന് താഴെയല്ലേ വസിക്കുന്നത്? ഉത്തരം ഗഗൻ കെ. അങ്ങനെയെങ്കിൽ नीचे का विपरीत शब्द क्या है? बाहर, अंदर, ऊपर, पास. ऊपर അല്ലേ? ഇനി ഈ വാക്യങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാമോ? इनमें से कौन सा वाक्य सही है? हमारे रूप एक नहीं है, हमारी रूप एक नहीं है, हमारा रूप एक नहीं है, हमें रूप एक नहीं है. ഇവിടെ രൂപ് എന്ന വാക്ക് രൂപങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് ഹമാരേ രൂപ ഏക് നഹി ഹെ എന്ന വാക്യമാണ് ശരി. അടുത്ത ചോദ്യം. ഇസ് ഉപവൻ ഡാഷ് ശോഭ ന്യാരി കാ കെ കി കോ. ഇതിൽ ശോഭ എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് കി എന്നതാണ് ശരി. ഇനി നമുക്ക് അവസാനത്തെ 7 വരികൾ നോക്കിയാലോ. ഒരേ സൂര്യന്റെ കിരണങ്ങളാണ് പൂമൊട്ടുകളെ വിടർത്തുന്നത് എന്നല്ലേ കവി പറയുന്നത്? ഏക് ഹി സൂരജ് കി കിരണേ കലിയോങ്കോ ഖിലാത്തി ഹെ. ഒരേ ചന്ദ്രന്റെ നിലാവാണ് നമ്മെ കുളിപ്പിക്കുന്നത്. ഏക് ഹി ചാന്ദ് കി ചാന്ദിനി ഹമേം നഹലാത്തി ഹെ. അതുപോലെ ഭ്രമരോ കെ മീഠേ ഗുഞ്ചൻ സെ ഏക് സേ സ്വർ മിലേ ഹെ എന്നും കവി പറയുന്നു. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. കിസ്കി കിരണേ കലി ഖിലാത്തി ഹെ? ചാന്ദ് की, सूरज की, गगन की, फूल की. ഉത്തരം സൂരജ് की. സൂര്യകിരണങ്ങളല്ലേ പൂമൊട്ടുകൾ വിടർത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല.
ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടുപിടിക്കാനല്ലേ. സഹി വർത്തനെ വാല ശബ്ദ ചുൻകർ ലിഖിയേ. ഉത്തരം മിട്ടി. ശരി. हम सब सुमन एक उपवन के इस वाक्य का अर्थ മലയാളം में बताइए. അതെ, നാം എല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. अगला सवाल देखिए. इनमें हवा का समानार्थी शब्द कौन सा है? माली, धरती, പവൻ, ഭ്രമർ. ഇവയിൽ ഹവ എന്ന വാക്കിന്റെ സമാനപദം പവൻ ആണ് അല്ലേ. ഇനി ഇത് നോക്കൂ. ഹമാരെ രൂപരംഗ് കൈസേ ഹേ? ഏക് സമാൻ, അലഗ് അലഗ്, അച്ഛേ, കോയി നഹി. നമ്മുടെ രൂപവും നിറവും വ്യത്യസ്തമല്ലേ. അപ്പോൾ ഉത്തരം അലഗലഗ്. ശരി. എങ്കിൽ അലഗലഗ് കാ വിപരീത ശബ്ദ ഇൻമേം കौन सा है? ഭിന്ന ഭിന്ന, ഏക് സമാൻ, സബ് കുച്ച്, കോയി നഹി. അലഗ് അലഗ് എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തർ ഏക് സമാൻ. अगला सवाल देखें. चांद की रोशनी को क्या कहते हैं? धूप, चांदनी, പ്രകാശ്, ബാദൽ. ചന്ദ്രന്റെ പ്രകാശത്തെ ഹിന്ദിയിൽ പറയുന്നത് ചാന്ദിനി എന്നല്ലേ. हमें चांदनी कहां से मिलती है? सूरज से, पवन से, चांद से, भ्रमरों से. उत्तरम चांद से. चांद चांदनी से हमें डैश खिलाती है, पिलाती है, सुलाती है, नहलाती है. चांद चांदनी से हमें नहलाती है എന്നല്ലേ. അടുത്ത ചോദ്യം. भ्रमरों की गुंजन किस प्रकार के होते हैं? मीठे, सुंदर, गलत, बड़े. വണ്ടുകളുടെ മൂളൽ മധുരതരമാണ്. ഭ്രമരോं के गुंजन मीठे हैं. ഈ ചോദ്യം നോക്കൂ. सही उत्तर चुनकर लिखिए. जो प्लस की, इसकी, उसकी, जिसकी, ഉൻകി. ജിസ്കി ആണ് അല്ലേ. ഇസ്കി എന്നുള്ളതോ യഹ് പ്ലസ് കി, ഇസ്കി. വഹ് പ്ലസ് കി, ഉസ്കി. വേ പ്ലസ് കി, ഉൻകി. അവസാനത്തെ ചോദ്യം നോക്കൂ. कौन सा जोड़ा सही नहीं है? फूल सुमन, भूमि धरती, बगीचा पवन, ഭൗര ഭ്രമർ. ഇതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം ബഗീച പവൻ എന്നുള്ളതാണ് അല്ലേ. ബഗീച പൂന്തോട്ടവും പവൻ കാറ്റുമാണ്. अच्छा बच्चों, आज की कक्षा यहाँ समाप्त होती है. धन्यवाद.